മലയാളത്തിൽ കൂടുതൽ സിനിമകൾ റിലീസിനെത്തുന്നു. മോഹൻലാൽ ചിത്രം രാവണപ്രഭു റിലീസിനെത്തി മികച്ച വിജയം നേടിയതിന് പിന്നാലെയാണ് കൂടുതൽ സിനിമകൾ റിലീസിനെത്തുന്നത്. രാവണപ്രഭു ആദ്യ 6 ദിവസം കൊണ്ട് 3.5 കോടി തിയേറ്റർ കളക്ഷൻ നേടി. ആദ്യ ദിവസം മാത്രം 70 ലക്ഷം രൂപയാണ് നേടിയത്. ഈ വിജയം കൂടുതൽ സിനിമകൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്രചോദനമായി എന്നാണ് സിനിമാ ലോകം പറയുന്നത്. 2020, ഗുരു എന്നീ മോഹൻലാൽ ചിത്രങ്ങളുടെ റീമാസ്റ്ററിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരു ചിത്രം ഈ വർഷം റിലീസിനെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ദിലീപ് നായകനായെത്തി മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിച്ച കല്യാണരാമനും മമ്മൂട്ടിയെ നായകനാക്കി ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ അമരം സിനിമയും റിലീസിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. രാവണപ്രഭു ഉൾപ്പെടെ 9 ചിത്രങ്ങളാണ് 2 വർഷത്തിനിടെ മലയാളത്തിൽ റിലീസ് ചെയ്തത്. ഇതിൽ ദേവദൂതൻ, മണിച്ചിത്രത്താഴ്, ഛോട്ടാ മുംബൈ, സ്ഫടികം, ഒരു വടക്കൻ വീരഗാഥ എന്നീ ചിത്രങ്ങൾ മികച്ച നേട്ടമുണ്ടാക്കുകയും ചെയ്തു. മണിച്ചിത്രത്താഴ്, വല്യേട്ടൻ, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ ചിത്രങ്ങളുടെ റിലീസിന് പിന്നിൽ പ്രവർത്തിച്ചത് മാറ്റിനി നൗ കമ്പനിയാണ്. ഈ കമ്പനി തന്നെയാണ് 2020യും ഗുരുവും റിലീസ് ചെയ്യാനായി പ്രവർത്തിക്കുന്നത്.